നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഗ്രൂപ്പംഗങ്ങളെ തിരിച്ചറിയുക എന്നുള്ള സെഗ്മെന്റാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നടത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ഇന്നു മുതൽ നമ്മുടെ അധ്യാപകരെ പരിചയപ്പെടുത്തുകയാണ്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പഠിച്ച സ്കൂളിലെ ദമ്പതികളായ അധ്യാപകർ കൊച്ചുകുഞ്ഞൻ സാറും ക്രിസ്റ്റി ഫ്ലോറൻസ് ടീച്ചറും. ഇപ്പോൾ താമസം ബാലരാമപുരം വടക്കേവിള സംഗമം വീട്ടിൽ. ക്രിസ്റ്റി ഫ്ലോറൻസ് ടീച്ചർ 1977 ബാലരാമപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകയായി ചാർജെടുത്തു. തുടർന്ന് 1992 പ്രഥമ അധ്യാപികയായി വയനാട് വൈത്തിരി സ്കൂളിൽ നിന്നും 1995 ആര്യനാട് സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തു. കൊച്ചുകുഞ്ഞൻ സാർ 1979 ബാലരാമപുരം സ്കൂളിൽ അധ്യാപകനായി കയറി. 1987 കണ്ണൂർ സ്കൂളിൽ പ്രഥമ അധ്യാപകനായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 1990 കന്യാകുളങ്ങര ബോയ്സ് സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തു. ഈ അധ്യാപകരായ ദമ്പതികളെ നമുക്കിന്ന് പരിചയപ്പെടാം. തിരുനയനങ്ങൾ മാത്രം മതി എന്നെ കാണുവാൻ, ആ തിരുകരങ്ങൾ മാത്രം മതി എന്നെ തൊടുവാൻ, ആ തിരുഹൃദയം മാത്രം മതി എന്നെ സ്നേഹിക്കാൻ. രക്ഷകനേശു മാത്രം മതി എനിക്ക് എൻ ജീവനേ. നിന്റെ കാരുണ്യം നിറയുന്ന വാക്കുകളാൽ നീ എന്നരികത്തു വന്നിടുമോ? നിന്റെ കാരുണ്യം നിറയുന്ന വാക്കുകളാൽ നീ എന്നരികത്തു വന്നിടുമോ? ആ തിരുകരങ്ങൾ നീട്ടുവാൻ നിന്നോടെന്താടൻ വേദന പങ്കുവയ്ക്കാൻ. ദാഹാദ്രനായി ഞാൻ കാത്തിരിപ്പോ സ്നേഹമേ എൻ ജീവനേ. തിരുനയനങ്ങൾ മാത്രം മതി എന്നെ കാണുവാൻ. നമസ്കാരം. എൻ്റെ പേര് കൊച്ചുകുഞ്ഞൻ. എൻ്റെ പപ്പയുടെ പേര് ദേവദാസൻ. ഡി കൊച്ചുകുഞ്ഞൻ എന്നാണ് യഥാർത്ഥത്തിലുള്ള എൻ്റെ പേര്. ഞാൻ ബാലരാമപുരം സ്കൂളിൽ പ്രൈമറി ക്ലാസ് മുതൽ പഠിച്ച് പിന്നെ അവിടെ ഹൈസ്കൂൾ ആയതു മുതൽ പ്രൊമോഷൻ ആകുന്നത് വരെ അവിടെ ടീച്ചറായിരുന്നു. എൻ്റെ പേര് ആർ ക്രിസ്റ്റി ഫ്ലോറൻസ്. ഞാൻ മാത്സിൻ്റെ അധ്യാപികയാണ്. ആദ്യം ബാലരാമപുരം സ്കൂള് ഹൈസ്കൂളായപ്പോൾ ആദ്യം ജോയിൻ ചെയ്തത് ഞാനാണ്. അപ്പോൾ അന്ന് വളരെയധികം കുട്ടികൾ ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ നല്ല മിടുക്കരായ വളരെയധികം കുട്ടികൾ ഉണ്ടായിരുന്നു. അവരെല്ലാം നല്ല രീതിയിൽ വലിയ ഉദ്യോഗസ്ഥരായിട്ട്
മാറി. പിന്നെ 1986 SSLCക്ക് പഠിച്ച കുട്ടികൾ പുളിമര കൂട്ടായ്മ എന്ന പേരിൽ ഒരു സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചതായി അറിയാൻ കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. 6 കുട്ടികൾ SSLC ബാച്ചിൻ്റെ കുട്ടികൾ പുളിമരച്ചോട്ടിലെ ചുവട്ടിലെ സൗഹൃദം എന്നൊരു സംഘടന ഉണ്ടാക്കി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാം വന്ന് കാണുവാനും ഞങ്ങളെ സന്തോഷിപ്പിക്കുവാനും ഉള്ള ഒരു അവസരം അവർക്ക് കൊടുത്തതിന് വളരെയധികം നന്ദിയുണ്ട്. നല്ല കുട്ടികളായിട്ട് എല്ലാവരും വളർന്ന് വരട്ടെ. അവരുടെ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു. കൊച്ചുകുഞ്ഞൻ എന്നാണ് പേര്. മലയാള അധ്യാപകനായിരുന്നു. ഒരു 15 വർഷം ആ സ്കൂളിൽ ജോലി നോക്കി. ഞാൻ 17 വർഷം ബാലരാമപുര സ്കൂളിൽ ജോലി നോക്കി. അത് കഴിഞ്ഞാണ് പ്രൊമോഷനായി പോയത്. പ്രൊമോഷനായി വയനാടാണ് ഞാൻ പോയത്. സാറ് കണ്ണൂർ സ്കൂളിലാണ് പോയത്. നമ്മുടെ ടീച്ചർ നല്ല രീതിയിൽ പാട്ടുകൾ പാടും എന്നറിഞ്ഞു. ടീച്ചറിൻ്റെ പാട്ട് ഒന്ന് കേട്ടാൽ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ അതൊരു സന്തോഷമാകും. ടീച്ചറിന് പാടി. എൻ്റെ ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടെ ഞാൻ ഏറ്റുവാങ്ങി, നന്ദിയോടെ സ്തോത്രം ചെയ്തിടും. അവനൻ ശരണം സങ്കേതവും, അവനൻ ശരണം സങ്കേതവും. അതിവേദനയോ പ്രയാസങ്ങളോ എത്ര ദുരിതങ്ങൾ വന്നാലും തളരുകില്ല. അതിവേദനയോ പ്രയാസങ്ങളോ എത്ര ദുരിതങ്ങൾ വന്നാലും തകരുകില്ല. എൻ്റെ ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടെ ഞാൻ ഏറ്റുവാങ്ങി, നന്ദിയോടെ സ്തോത്രം ചെയ്തിടും. അവനൻ ശരണം സങ്കേതവും, അവനൻ ശരണം സങ്കേതവും. ജീവിതഭാരങ്ങൾ ഏറിയാലും ഞാൻ വീണുപോകാതവൻ താങ്ങിടുന്നു. ജീവിതഭാരങ്ങളേറിയാലും ഞാൻ വീണുപോകാതവൻ താങ്ങിടുന്നു. മനസ്സിൻ്റെ നൊമ്പരം താങ്ങാതെ വന്ന നിമിഷങ്ങളിൽ നാഥൻ അരികിൽ വന്നു. മനസ്സിൻ്റെ നൊമ്പരം താങ്ങാതെ വന്ന നിമിഷങ്ങളിൽ നാഥൻ അരികിൽ വന്നു. ഒരു നാളും തളരരുതെന്നോ. 86 കുട്ടികൾ നല്ല രീതിയിലായെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ കുട്ടികളെല്ലാം വലിയ ഉദ്യോഗസ്ഥരും നല്ല മിടുക്കരും ഡോക്ടർമാരും ഒക്കെ ആയി. വളരെയധികം കുട്ടികൾ വല്ലപ്പോഴും ഒക്കെ എന്നെ കാണാൻ വരാറുണ്ട്, എന്നെ വന്ന് വിളിക്കാറുണ്ട്. നേരത്തെയുള്ള ഒരു വർഷങ്ങൾക്ക് ശേഷം വയസ്സായ അധ്യാപകരായ ഞങ്ങളെ വന്ന് കാണുന്നതിനും വന്ന് സന്തോഷിപ്പിക്കുന്നതിനും വന്ന് ആദരിക്കുന്നതിനും ഞങ്ങൾ ഇത്രയും മനസ്സ് കാണിച്ച് ഞങ്ങളുടെ പഴയ വിദ്യാർത്ഥികൾക്ക്, പഴയ മക്കൾക്ക് ഞങ്ങൾ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒരാളിന് 88 വയസ്സും ഒരാളിന് 82 വയസ്സുമായി. ഇത്രയും കാലം ദൈവം ഞങ്ങളെ കാത്ത് പരിപാലിച്ച് സൂക്ഷിച്ച് ആ നന്മയ്ക്കായി ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു.
എല്ലാ കുട്ടികൾക്കും സന്തോഷവും ആദരവും സ്നേഹവും സമ്മാനിക്കുന്നു. അവരെ നല്ല കുട്ടികളായിട്ട് വളർന്ന് ശോഭിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.